രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ്. പീഡന പരാതികളിൽ അവനൊപ്പം എന്ന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ. പ്രതിസന്ധി നേരിടാൻ അതിജീവിതത്തിന് മനക്കരുത്ത് ഉണ്ടാകട്ടെ എന്നും ഫേസ്ബുക്ക് ലൈവിൽ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം. കോടതി പറയാതെ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല റേറ്റിംഗ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത്രയധികം പ്രാധാന്യം ഉറപ്പായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തയാണ്. കാരണം നിയമസഭ സാമാജികൻ ജനപ്രതിനിധി പ്രാധാന്യം കൊടുക്കണം. പക്ഷെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം രീതിയിൽ കഥകൾ മെനയുമ്പോൾ എല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണം. തങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല കുറച്ച് കഥകൾ കൂട്ടി പറയാൻ എന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അഭിലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാൽ, ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് നേതാവ് തന്നെ വന്ന് പറയുന്നു അതിജീവിതന് മനക്കരുത്തുണ്ടാവട്ടെ തുടങ്ങി പല കാര്യങ്ങളും. ഈ പോസ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഇനി ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? CPI പ്രതിനിധിയായി കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ രാജിവെക്കുകയും പാർട്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ച് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അതേ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു വന്ന ആളാണ്. ചുരുക്കത്തിൽ ഈ ജില്ലയിൽ ഈ സമീപകാലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിലയിരുത്തിയ ഘട്ടത്തിൽ ഏറ്റവും പ്രമുഖമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിജയം കൂടിയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടേത്. അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഈ പീഡന പരാതിയിലെ വിശദാംശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതിനാൽ തന്നെ അടിസ്ഥാനമില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കഥകൾ മെനയാൻ ശ്രമം നടത്തുന്നു. ചില മാധ്യമങ്ങൾ പ്രത്യേക അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, വാസ്തവമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി റിപ്പോർട്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതിജീവിതൻ എന്നുള്ള വാക്കുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വിശേഷിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വിവാഹബന്ധം അതല്ലെങ്കിൽ വിവാഹിതയായിട്ടുള്ള സ്ത്രീയാണ് ഏറ്റവും അവസാനവും പരാതിക്കാരിയായി വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വിവാഹബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരുന്നുണ്ട് എന്നതിനാൽ തന്നെ അവർ ഉയർത്തിയിട്ടുള്ള ആക്ഷേപങ്ങളിൽ കാര്യമായ പ്രസക്തിയില്ല എന്നുള്ള സൂചനയാണ് അവർ നൽകുന്നത്. താൻ അതിജീവയ്ക്ക് ഒപ്പമാണ്, എന്നാൽ തന്നെ അവർ ഉയർത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ലൈംഗിക പീഡനം എന്നുള്ള ആക്ഷേപം നിയമപരമായി നിലനിൽക്കുന്നില്ല എന്നുള്ള സൂചനയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ നൽകുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് കാര്യമായ വിമർശനവും അത് അവരുടെ ഫേസ്ബുക്ക് ലൈവിലെ പ്രതികരണത്തിലുണ്ട്. ശരി, CK അഭിലാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നിരവധി കാര്യങ്ങളാണ് പിന്തുണച്ചുകൊണ്ട് ഈ FB പോസ്റ്റിൽ പറയുന്നത്. CPIയിൽ നിന്നും പാർട്ടി വിട്ടു വന്നതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ.